അപ്പോൾ ഗൈസ് ഞാൻ ഇതാണ് പറഞ്ഞാൽ മറ്റേ റുക്ക് പ്ലസ് വരും പറഞ്ഞില്ലേ, അത്യാവശ്യം ലൈറ്റ് ഒക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് ഗ്രാമിൽ നമ്മുടെ മധുരൈ ടു പാലക്കാട് വരെയാണ് അവർ വന്നത്. 5 കിലോ ടാങ്കിൽ അത്യാവശ്യം നല്ലൊരു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഗിയറിന്റെ ഒരു എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ഇവന്റിന് പോവുകയാണ്. അതെ, നമ്മുടെ ഈ അതുൽ ബ്രാൻഡും പിന്നെ ഒരു ശിശു കുഞ്ച് പറഞ്ഞൊരു NGO ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരൊരു യാത്ര നടത്താണ്. അതായത് ഡിസംബർ 13 തീയതി മുതൽ, ഇന്ന് ഡിസംബർ 15 തീയതി അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിപ്പോവും. ഡിസംബർ 13 തീയതി മുതൽ 25 തീയതി വരെ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യാണ്. അത് അതുലിന്റെ റിക് പ്ലസ് എന്ന CNG മോഡൽ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞൻ വാഹനം, അത്യാവശ്യം നല്ല കോമ്പാക്ട് ആയിട്ട് നല്ല ഭംഗി കുറച്ച് ക്യൂട്ടായിട്ടുള്ളൊരു വാഹനം ഉണ്ടല്ലോ. അതെ, ആ വാഹനത്തിൽ അവർ രാമേശ്വരം മുതൽ നമ്മുടെ ഇന്ത്യയുടെ ടിപ്പ് മുതൽ രാമേശ്വരം മുതൽ ഗുജറാത്തിൽ ഭുജ് വരെ ഒരു യാത്ര നടത്താണ്. 13 തീയതി ഡിസംബർ മുതൽ. ഇപ്പോൾ നമ്മൾ 15 തീയതി ഇപ്പോൾ നമ്മൾ പാലക്കാടാണ്. അപ്പോൾ ഒരു പാലക്കാട് കുറച്ച് CNG പമ്പിലൊക്കെ കയറിയിട്ട് കുറച്ച് റിഫ്രഷ് ചെയ്തിട്ടും ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അതുൽ ആണ് ബ്രാൻഡ് ഓട്ടോൻ്റെ. അപ്പോൾ അവർ ഷോറൂമിലൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. കാരണം എന്താ പറയുക, ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ CNG വണ്ടി കൂടിയാണ്. അപ്പോൾ ഇവർ ആക്ച്വലി കുറേ കാലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും. അത് ശിശു കുഞ്ചന ഒരു ഓർഗനൈസേഷൻ്റെ പേര് NGO ആണ്. അപ്പോൾ ഇവർക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അവരുടെ ഇൻട്രസ്റ്റിംഗ് പരിപാടികൾ, ഈ ഓട്ടോ എന്തുകൊണ്ട് അവരെടുത്തു, നമ്മൾ എല്ലാ കാര്യങ്ങളും. കൂടുതൽ ഫോറിനേഴ്സ് ആണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യുക. അതുമല്ല, കൂടുതൽ ലേഡീസാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കുറച്ച് വുമൻ എംപവർമെൻറ്റ് എന്നുള്ള രീതിയിലും കൂടുതൽ ലേഡീസ് കൂടിയാണ് ആ ഒരു ഓട്ടോകളൊക്കെ ഓടിക്കുന്നത്. അറൗണ്ട് 36 ഓട്ടോകൾ വരുന്നുണ്ട്. റിക് പ്ലസ് CNG അതുലിൻ്റെ റിക് പ്ലസ് CNG എന്ന ഓട്ടോ 36 എണ്ണം അവർ ഓടിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലേഡീസ് കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക CNG പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇവർക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഓട്ടോ. അപ്പോൾ അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുൽ ട്രിക്കിൻ്റെ ബാറ്റിംഗ് ആണ്. ഗ്രൂപ്പ് ഓഷോ സുഷു കുഞ്ചിൻ്റെ എന്തൊക്കെ ഒരു ഈ ടീമാണ് ഇവർ ആക്ച്വലി. അപ്പോൾ ആക്ച്വലി 36 വണ്ടികളാണ് പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പാലക്കാട് ഇപ്പോൾ നമുക്ക് ആകെ 4-5 വണ്ടികളാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ബാക്കിയൊക്കെ ഉള്ളത് കോയമ്പത്തൂർ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. ഫ്യൂവലല്ല, CNG ഗ്യാസ് വേണ്ടിയിട്ട് കിടക്കണത് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം കുറേ അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുലിൻ്റെ റിക് പ്ലസ് ആണോ റിക് എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അഗൈൻ CNG ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്പോൺസേഴ്സിൻ്റെയൊക്കെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് വാഹനമായിട്ടാണ് ഇത് ആക്ച്വലി ഉള്ളത്. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം എപ്പോഴാണ് ഇവർ തുടങ്ങിയത്. So hi guys. Hi. So when did you start this journey? We started this journey from Rameshwar. Rameshwar. On the day before yesterday on the boat. Okay. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13th right? 13th. Yeah. So അപ്പോൾ 13 തീയതി മുതൽക്ക് അവർ ആക്ച്വലി രാമേശ്വരത്ത് നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. So how was your experience with Adul trip? It was exciting. Exciting, okay. Frightening. Okay. Nerve-wracking. Okay. Bumpy. Okay. How do you feel the roads of the Kerala? When you come, Yeah. the high roads are amazing. Okay. But when you come to the Do you town, feel that traveling in an auto is quite hard and it's time taking? no. More kind of It's a joyride. joy, right? So you guys are actually from So I'm from London. oh, okay. She's from Canada. So how's your experience in India? Well, because Especially it's our the wrong Godson side of country. the road as well. Huh? We drive on the right, not the left. So അതായത് അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് ആക്ച്വലി റൈറ്റും ആക്ച്വലി അവിടെ മറ്റേ നമ്മളിപ്പോൾ ഓടിക്കുന്നത് ആക്ച്വലി ലെഫ്റ്റ് സൈഡിലാണല്ലോ, അവിടെ അവർക്ക് റൈറ്റ് സൈഡിലാണ് ഓടിക്കുന്നത്. അത് ഇത്തിരി പാടാണെന്ന് അവർ പറഞ്ഞു. So the journey has been quite fun, right? Yes, it's been fun. Great fun. So how- Meeting lovely people Yeah. in Tamil Nadu. Okay. And then So how many vehicles have been there? we're altogether 36. Okay. vehicles. 36 വണ്ടികളാണ്. Okay, fine. 102. The rest of them, where are they? They're on They're the coming, way. they're Okay. coming. അപ്പോൾ കോയമ്പത്തൂർക്ക് പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 36 വണ്ടികൾ ആക്ച്വലി അടുത്തൊരു 4 4 വണ്ടികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ബാക്കി ഇനി വരാൻ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും. ടുമോറോ ഇസ് ദി ഫ്ലാഗ് ഓഫ് ഫ്രം ഹിയർ, റൈറ്റ്? Yeah, we go tomorrow from here Kozhikode. to Kozhikode. Okay, കോഴിക്കോട്. You pronounce it as കോഴിക്കോട്. Kozhikode. Okay, കോഴിക്കോട്. Yeah. അപ്പോൾ so sir, your good name?
My name is Pradeep. Okay, you are the I'm one of the coordinators. no, not coordinator. One of the Thank you. participants. Okay, how is your experience traveling the other? You traveled in India before on a tuk-tuk as a passenger. You are from? We are originally from London. Oh, okay. Well, originally I'm from Uttar Pradesh. Oh, okay. Parents are from Gujarat. Okay. But I was born in then moved to London. Yeah. So, did you drive this Atul? Yeah. So, how's the driving experience? It's good. Very well. Yeah. And the CNG? I was amazed that Yeah. you can do like Oh my So, your God. program is And the whole thing would have been so tuk-tuk Safarnama. Journey, okay. Tuk-tuk Safarnama എന്നാണ് ഇവരുടെ ഒരു ജേണിന്റെ പേര്. So, how much mileage do you think this will give for you? It's half petrol, half fuel, is it? it's half. No, it's half. I think more CNG. More CNG. And less petrol. Less petrol. Okay, But the power on the petrol is much better. Okay. Yeah. For the first, the initial pull, right? Yeah. No. Generally, Okay. while driving, slightly faster. Okay, Not much, fine. but slightly faster. I would say 5 kilometers an hour. Okay. Higher speed. So the rest of the vehicles are yet to come. The rest, they're still on the way. Yeah. അപ്പോൾ നമുക്ക് ആ വണ്ടികൾ കൂടി വന്നിട്ട് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ പോവാം. ഗൈസ്, നമ്മൾ ആ പെട്രോൾ പമ്പിൽ നിന്ന് ഡയറക്റ്റ് KPM റെജൻസി പറഞ്ഞ ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ടുക്ടുക്കുകൾ നിരന്ന് കിടക്കുന്നുണ്ടോ? അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് വെച്ചത് ഇതിലൊക്കെ നമ്മൾ ചക്തേ ടുക്ടുക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി കഴിഞ്ഞപ്പോൾ അവരുടെ കോർഡിനേറ്ററിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇത് ആക്ച്വലി എല്ലാം അതുലിൻ്റെ റുക്കാണ്. റുക്ക് പ്ലസ് പറഞ്ഞൊരു വാഹനം അത്യാവശ്യം ലൈറ്റും കുറച്ച് മോഡിഫിക്കേഷനും ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല എങ്ങനെയാണ് അവരുടെ പ്ലാനിങ്ങിന്. എനിക്കും നമുക്ക് ശരിക്കും അജണ്ട എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്തായാലും അവർ വന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇവരൊക്കെ കുറച്ച് മിനിറ്റ് യാത്ര ചെയ്തിട്ടുള്ള ക്ഷീണത്തിലൊക്കെ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ നമുക്ക് വാഹനങ്ങളൊക്കെ നേരെ നോക്കാം. അവരുടെ ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടുക്ടുക്ക് സഫർനാമ എന്നാണ് അവരുടെ ഈ യാത്രയുടെ പേര്. അപ്പോൾ വെൽക്കം അതുൽ ട്രെയിൽ ബ്ലേസിംഗ് ദി ടുക്ടുക്ക് സഫർനാമ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേൽമൻ മോട്ടോഴ്സ്, പാലക്കാടിലെ വേൽമൻ മോട്ടോഴ്സ് ആണ് ആക്ച്വലി ഇവിടെ പാലക്കാട് നമ്മൾ ഇവർ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ അതുലിൻ്റെ ജെമൈ പാക്സൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതുലിൻ്റെ മറ്റേ കാർഗോ കാരിയർ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ CNG അതുലിൻ്റെ റുക്കുകൾ, കണ്ടോ? പക്ഷേ നല്ല ക്യൂട്ട് വാഹനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആകെ എത്ര എണ്ണം? 1, 2, 3, 4, 5 വന്നിട്ടുള്ളത്. ഇനിയും കുറേ വരാൻ കിടക്കുന്നുണ്ട്. വരാൻ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും വരിക. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് പിന്നെ രാത്രി പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ദിവസം രാവിലെ ഫ്ലാഗ് ഓഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അന്ന് വന്നിട്ട് എന്തൊക്കെ രാവിലെ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം. നമ്മുടെ വേറെ കുറേ പേര് വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടോ കുറേ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. ഹലോ സർ, ഹൗ വാസ് ദി എക്സ്പീരിയൻസ് ഇൻ ദി അതുൽ റിക്? Okay. Okay. Yeah. Was it exciting? Hairy sometimes, and it's also okay. Okay. So what about the mileage? About the The vehicle, so the little things would make the difference. fine. So to me, Okay. the gears would be better if they were smoother. Okay. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഗിയറിന്റെ ഒരു ഷിഫ്റ്റിംഗ് ഒന്നും കൂടി സ്മൂത്ത് ആണെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും നല്ല കംഫർട്ടബിൾ ആണ്. ഹൗ ഇസ് ദി ഡാഷ്ബോർഡ്? ഇറ്റ്സ് ക്വൈറ്റ് പ്രീമിയം, റൈറ്റ്? Yes, it's lovely. അതെ, ആ ഒരു ഇന്റീരിയേഴ്സ് കണ്ടോ? അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഇന്റീരിയേഴ്സ് ആണ് അതുൽ കൊടുത്തിട്ടുള്ളത്. That's very good. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് സ്റ്റേബിൾ ടു Yeah, it's stable. stable. Okay. It's stable. Better for long drive. Oh yes. Okay. Yeah. And your good name? Your good name? I'll be in trouble. No. Who are you? No, I'm a YouTuber. Huh? YouTuber. Oh my God! No. What? You're from? on YouTube. My name is Rahul, and I'm from London. Oh, okay. So you're really satisfied with this vehicle? On the whole, very satisfied. Okay. On the whole, very satisfied. Fine. But the little things, but you know, Yeah. that's life. That's just India. Yeah. It happens. അപ്പൊ നമുക്ക് ബാക്കി വാഹനങ്ങൾ വന്നിട്ട് നേരെ ഡീറ്റെയിൽ ആയിട്ട് Did you നോക്കാം. get her driving in? No, I didn't take. You missed it. Yeah, I missed it. Bina, come and say here. She got it up there ramp. She deserves a clap for Yeah, that. sure. Come on. You don't have many minutes. Yeah, amazing. അപ്പൊ ഈ ചേച്ചിയാണ് ഈ വാഹനം ഓടിച്ചു വന്നത്. അപ്പൊ ഒരു വുമൻ എംപവർമെന്റ് എന്നല്ലേ. Ask her something. Yeah, so how was your experience? Excellent. Excellent. The torque and the initial pull, especially while climbing. ആ ഒരു കയറ്റം കയറുമ്പോൾ It could have a bit more power. I think it sometimes just lacks power, so we stalled. okay. But
Yeah. ഓക്കെ But അതായത് otherwise, കുറച്ചുകൂടി വാഹനത്തിന് പവർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിരുന്നു ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ക്വൈറ്റ് എ കോമ്പാക്ട് വെഹിക്കിൾ very റൈറ്റ് ആൻഡ് ക്വൈറ്റ് സ്റ്റേബിൾ ടു റൈറ്റ് stable, easy to drive. We went over lots of bumps. Okay. It felt stable. അപ്പോൾ അത്യാവശ്യം കുറച്ച് കുണ്ടും കുഴി കൂടെയൊക്കെയാണ് ഇവർ വന്നത് എന്നാലും വാഹനം നല്ല സ്റ്റേബിൾ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ അടുത്ത് 2 പേരുണ്ട് അതായത് അവരുടെ ഈ ഓട്ടോ ഇതാണ് 9 എന്ന് എഴുതിയിട്ടുള്ള ഓട്ടോ ആണ് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ അതുലിന്റെ റിക്കിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോൾ അവർ പറയാൻ പറഞ്ഞു അപ്പോൾ സന്ദീപ് എന്നാണ് പേര് ആളുടെ പിന്നെ അഞ്ജു എന്നാണ് ഇവർ ആക്ച്വലി ലണ്ടനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇവർ ഈ വാഹനം നമ്മുടെ നാട്ടിലെ റോഡ് കൂടെ ഓടിച്ചപ്പോൾ എങ്ങനെയൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ഇൻ ദി കേരള റോഡ് So it was a good experience. Okay. Driving the vehicle. So we have never driven in India. Okay. First time driving in India, and also first time driving auto rickshaw. Okay. So never driven that. So it took us about a day to learn how to ride it. Okay. And we've been learning on the road. Yeah. So after a little while, you get used to it. Yeah. Okay. And the vehicle can go up to about 45 kilometers per hour. Also on the very smooth Okay. highway roads, Yeah. you can get to about 45. Okay, it's quite stable too, right? Yeah, It's quite compact and small. Yeah. So you can handle it more. That's right. You have to be careful when you're faster. You don't Yeah, jerk yeah. too much. So you have to judge that. But that comes as part of the driving experience. But also on the smaller roads, it's very versatile. It's easy to kind of maneuver around. I think the hardest thing we're finding is changing the gear. We're just not used to it. Because we drive cars. And we have You not are driven, first time driving the auto rickshaw. and we've not driven manual cars for Right. over 20 years. Okay. So after 20 years, we're driving a manual vehicle, and the gears and everything is in the different place. But I think after about 2 or 3 days, comfortable it's quite driving it. okay. The vehicle is has got most Okay, of the while facilities. traveling the back to, how was it? Was it jerking or did you feel any lack of easiness? Like at the back, was it jerking kind of anything? So some of the roads, so as I said, the highways are really nice and smooth. Okay. But some of the roads have a lot of potholes, Yeah. right? Yeah. So at the back, if you're sitting, you're jumping quite a lot. Okay. So today, my back is a little bit sore. ഓക്കെ അതായത് അവർ പറയുന്നത് ചെറിയ ബാക്ക് പെയിൻ ഉണ്ടെന്ന് കാരണം നമ്മുടെ റോഡ് ചാടിയിട്ടാണ് പോകുന്നത് പിന്നെ ഹൗ ഇസ് ദി സസ്പെൻഷൻ ഓഫ് ദി വെഹിക്കിൾ It's actually generally very good. So you know when you're going over the small bumps, Yeah, etc., it's fine. Over the big bumps, and that you have to those do are slow. unexpected, right? We can't predict it, we can't see it with our bare eyes. No, you can because there are the 5 white lines. yeah, You know the yeah, 5 white lines, so you can see that. So we slow down for that. Okay. And the big ones, you have to go very slowly. Yeah. You have to go very slowly. Okay, but so generally it's quite a compact and good way. It's good. And also provides better mileage. So we're using mainly CNG. Yeah. So we used one tank. I think it's about 5 kilo tank. Okay. And we came from Madurai to here Okay, fine. in about 5 kilo of CNG. CNG, okay. അപ്പോൾ അവർ 5 കിലോഗ്രാമിൽ നമ്മുടെ മധുരൈ ടു പാലക്കാട് വരെയാണ് അവർ വന്നത് 5 കിലോ ടാങ്കിൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് എഫിഷ്യൻസി ഉള്ള ഒരു വാഹനമാണെന്നാണ് ഇവർ പറഞ്ഞത്. Okay. And there's also petrol tank. Okay. 10 liters as a backup. So if because it's not easy to find CNG, so there's a backup. But we didn't have to use the backup much. A little bit in the morning. Yeah. And the vehicle starts okay in the morning. It's okay. We haven't had too many issues with the vehicle. Other people have had some issues. But That's again depends on the driving type, right? yeah. Now you better ask Anju. Yeah, sure. Okay. But I again have never driven Okay. an auto rickshaw. So and I like what was your experience being a woman who's driving an auto? It's very kind of rare, right? we don't see many. We Yeah, haven't yeah. seen many women. Yeah. There's plenty of women here. Yeah, driving it's really kind of great that there's a change in shift of people who drive auto rickshaw. Yeah. Usually this is considered that only men drive, but Yeah. when women drive, it's Yeah. quite of Okay, well, Yeah. I suppose it's a bit like years ago when women didn't drive cars, and now everybody drives cars, right? Yeah, So that's it's like, it's a similar concept. Yeah, Everybody could that's drive right, an auto yeah. rickshaw. You just need to practice and Yeah, learn how to do it. And we all have the same lessons. Yeah, if you get the same knack amount to of time. drive, I think Yeah. more to control it. Yeah, it's more. and some of the women are really good at actually doing in maneuvering in the traffic. Yeah, yes, The traffic to us is unbelievable. When Yeah. we come to the roundabouts Yeah, and that's nobody is, we're not sure if they're going to Exactly, yeah. stop or the scooters are flying everywhere. Yes. So
Yeah, especially the scooters, bikers, they come in here. both sides. Yeah. Both sides. And you have to control the clutch, you need to control the brake. That two brakes are at the legs, right? Yeah, so that's the opposite. You know, obviously, Yeah. for we used to accelerate on the floor, Yeah, so you that's have to what- keep remembering. But the one thing is that you have to, with the Like all the senses work. everything has to change in your Yeah. head, and it takes time. So changing gears is the hardest for me, you know, from especially the lower, like from 1 to 2. Afterwards, it's okay. Then, but yeah. it's a When you you're pick up going the very- speed, then then it's it's quite- fine, yeah. especially on the big roads. Yeah. But when you are driving in town and you have to, then the stalling happens at the wrong time sometimes. So that's ഓക്കെ അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ഓടിക്കാൻ. അപ്പൊ ഫസ്റ്റ് നിന്ന് സെക്കൻഡ് ഗിയർക്ക് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് ഫോർത്തിലൊക്കെ ഹൈവേയിൽ ഓടിക്കാൻ കംഫർട്ടബിൾ ആണ്. പക്ഷെ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ എന്നാലും അത് ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ആകുമ്പോൾ പിന്നെ കാര്യം ഇവർ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. സോ താങ്ക് യു ഫോർ ജോയിനിങ് മിസ്റ്റർ സന്ദീപ്. താങ്ക് യു. All the best. അപ്പോൾ ഗൈസ് ഞാൻ ഇതാണ് പറഞ്ഞ മറ്റേ റുക്ക് പ്ലസ് വരും പറഞ്ഞില്ലേ, അത്യാവശ്യം ലൈറ്റൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് എന്താ മുകളിലൊക്കെ ലൈറ്റ് അങ്ങനെ ബീക്കൺ ലൈറ്റ് പോലെ പോലീസിന് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്, ഓറഞ്ച് ലൈറ്റ്. പിന്നെ നമുക്കിവിടെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന ടൈപ്പിൽ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പ്യുവർ വൈറ്റ് കളറിലാണ് ഇത് തീം ചെയ്തിട്ടുള്ളത്. മറ്റേ സാധാ വാഹനങ്ങളാണെങ്കിൽ നമുക്ക് ഓറഞ്ച് ആൻഡ് മറ്റേ യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്യുവർ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്ലാഷിംഗ് ലൈറ്റ്സ് വൈറ്റും അതുപോലെ തന്നെ ഓറഞ്ച് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലത്തെ ഒരു സംഭവം. പിന്നെ ഇവിടെ ഒരു ബാഡ്ജിങ് കാണാം, ടുക് ടുക് സഫർനാമ എന്ന് എഴുതിയിട്ട്. അതിൽ എല്ലാത്തിലുള്ള ഒരു സംഭവം ടുക് ടുക് സഫർനാമ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ 3 Idiots എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഓടിക്കുന്നവരുടെ ഗ്രാഫിക്സ് ഇവർ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത്രയും ഒരു സെറ്റപ്പായിട്ടാണ് വാഹനം വന്നിട്ടുള്ളത്. പിന്നെ പിന്നിലൊക്കെ കുറച്ച് ഇങ്ങനെ തണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ. പിന്നെ നമുക്ക് പിന്നിൽ ഫ്ലാഷിംഗ് ലൈറ്റ്സ് കാണാം, ഓറഞ്ച് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നമുക്ക് പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മൾ മലമ്പുഴയ്ക്ക് വന്നതാണ് അവർ വീഡിയോ എടുക്കാൻ. അപ്പോൾ അവർ ആ ഒരു ഗ്യാതറിങ് കഴിഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതാ കേട്ടോ, പൊക്കി കാണിച്ചു തരാം. ഇതാണ് അവരുടെ വണ്ടി. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത് മുണ്ടൂര് പന്നിയമ്പാടം പറഞ്ഞ സ്ഥലത്താണ്. അത് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് അവരുന്ന് കേട്ടോ 4 വണ്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ മൊത്തം 36 വണ്ടികളാണ് വരുന്നത്. അതുലിൻ്റെ റിക്ക്. അതൊക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അവർ ആക്ച്വലി കോഴിക്കോടാണ് പോകുന്നത്. ഇതിപ്പോ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. അപ്പോൾ അത്രയ്ക്കായിരുന്നു ഈ വീഡിയോനെ വേണ്ടിയിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളെപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു അവർ കോഴിക്കോട് പോയി. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഷോറൂമിൽ പോവാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അതുലിൻ്റെ ജെമ്മൈ പാക്സ് ആണ്, ഡീസൽ വേരിയന്റ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഇവന്റിനെ വേണ്ടിയിട്ടുള്ള വിശേഷങ്ങൾ. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഇവന്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരു ഈ കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ്.